ഫോട്ടോഗ്രാഫറായ ശ്രീ സജീവ് വസതിനിയുടെ ഫോട്ടോ പ്രദർശനം 2025 ഏപ്രിൽ 5 മുതൽ 12 വരെ ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ നടന്നു. ജോയ് കല്ലിങ്കലിന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, സിനിമാ താരം ശ്രീഷ്മ ചന്ദ്രൻ, കൌൺസിലർമാരായ VJ ജോജി, ബിന്ദു ശശികുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, സെക്രട്ടറി ടൈറ്റസ് CG, ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, സംഘടനയുടെ മറ്റ് സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പകർത്തിയ ജീവൻ തുടിക്കുന്ന 31 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. ഫോട്ടോഗ്രഫി മേഖലയിൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സജീവ് വസതിനി ചാലക്കുടി സ്വദേശിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഫോട്ടോഗ്രാഫി മേഖലയിലെ തന്റെ ഗുരുവായ പോൾസൺ ആരതിക്ക് ഗുരുദക്ഷിണ നൽകി ആദരിച്ചു. ഇതിനുശേഷം ലഹരിക്കെതിരെ നടന്ന പ്രതിജ്ഞ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി. സജീവേട്ട, ഇത് സജീവേട്ടന്റെ ആദ്യത്തെ ഫോട്ടോ പ്രദർശനമാണോ അതോ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ? 36 വർഷമായി ഫോട്ടോഗ്രാഫിയിൽ വന്നിട്ട്. ഇത് എൻ്റെ 3ാമത്തെ സോളോ എക്സിബിഷനാണ്. 15 വർഷമായിട്ട് എല്ലാ വർഷവും 2 ഗ്രൂപ്പ് എക്സിബിഷൻ വീതം നടത്തുന്നതാണ്. പക്ഷേ ഒരു സോളോ എക്സിബിഷൻ ഇത് 3ാമത്തെയാണ്. ഞാൻ പോയ യാത്രകളിൽ നിന്ന് എടുത്ത ചിത്രങ്ങളുടെ 31 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഈ എക്സിബിഷനിൽ വച്ചിരിക്കുന്നത്. വിവിധങ്ങളായ സ്ഥലങ്ങൾ, കാശ്മീർ, അതുപോലെ ജിം കോർബറ്റ്, തടോബ, അതുപോലെ തന്നെ ചിന്നാർ, അതേപോലെ നെല്ലിയാമ്പതി, പറമ്പിക്കുളം തുടങ്ങി കണ്ണൂർ തെയ്യമുണ്ട്, അതിരപ്പള്ളിയുണ്ട്. അങ്ങനെ ഏറ്റവും അടുത്ത് പോയ കുറച്ച് ചിത്രങ്ങളുടെ പ്രദർശനം ഉൾപ്പെടുത്തിയിട്ട് 31 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഈ ഗാലറിയിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ആയിരത്തി 1988 സജീവ് വസതിനി ഫോട്ടോഗ്രഫി ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുത്തത്. 2000 മുതലാണ് ട്രാവൽ ഫോട്ടോഗ്രാഫിയിൽ സജീവമായത്. പ്രൊഫഷനായിട്ടാണോ പാഷനായിട്ടാണോ ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുത്തത്? ഫോട്ടോഗ്രാഫിയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായത് പാഷനായിട്ടാണ്. പക്ഷെ ഫോട്ടോഗ്രാഫി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാഷൻ മാത്രം കൊണ്ട് നടന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ അതൊരു ജീവിതമാർഗമായിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയാണ് ചെയ്യുന്നത്. പക്ഷെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്ത് ജീവിതം കൊണ്ടുപോകുമ്പോഴും മനസ്സിൽ ആ പാഷൻ എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഇങ്ങനെ നിറഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഇടവേളകളിൽ കിട്ടുന്ന സമയം മുഴുവൻ ട്രാവൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു.
അങ്ങനെ ട്രാവൽ ഫോട്ടോഗ്രാഫിയിൽ കളക്ട് ചെയ്ത ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജമ്മു കശ്മീർ, കൽക്കട്ട, തഡോബ, മഹാരാഷ്ട്ര, കണ്ണൂർ, അതിരപ്പിള്ളി, ചിന്നാർ, നെല്ലിയാമ്പതി എന്നിവിടങ്ങളിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്.